ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് നല്ലൊരു ഉച്ചയൂണ് തയ്യാറാക്കിയാലോ. നമുക്ക് നല്ലൊരു വാളമീൻ കിട്ടിയിട്ടുണ്ട്. ഈ വാളമീൻ വെച്ചിട്ട് നമുക്ക് ഒരു മീൻ കറിയും മീൻ പൊരിച്ചതും ഉണ്ടാക്കാം. എന്നിട്ട് നമുക്ക് അടിപൊളി ഒരു ഉച്ചയൂണ് തയ്യാറാക്കാം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. വാള അപ്പോൾ ഇതിനെ നമുക്ക് നന്നായിട്ട് ഒന്ന് വൃത്തിയാക്കിയിട്ട് എടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ മീൻ മുറിച്ച് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഓരോ പീസായിട്ട് മുറിച്ചെടുക്കാം. കുറച്ച് വലുതായതുകൊണ്ട് മുറിച്ചെടുക്കാൻ കുറച്ച് പാടാണ്. വെട്ടി മുറിച്ച് കഴുകി വെച്ചിട്ടുണ്ട്. തലയായിരുന്നു കേട്ടോ കുറച്ച് ബുദ്ധിമുട്ട് മുറിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. ഞാൻ ഏകദേശം ഒരു മണിക്കൂറിൻ്റെ മേലെ എടുത്തിട്ടുണ്ട് മുറിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. എന്നാലും എല്ലാം നന്നായിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. പൊരിക്കാനുള്ളതാണ്. അപ്പോൾ നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഇത് ഫിഷ് മസാലയാണ് കേട്ടോ. ഇത് ഞാനിവിടെ വീട്ടിൽ അരച്ചെടുത്തതാണ്. ഇതിൻ്റെ കൂടെ തന്നെ ഞാൻ ഉപ്പും കൂടെ കൂട്ടി അരച്ചത് കൊണ്ട് ഉപ്പിടുന്നില്ല കേട്ടോ. ഇനി നമുക്ക് കുറച്ച് പുളിയും കൂടെ ഒഴിച്ചു കൊടുക്കാവേ. പുളിൻ്റെ നീര്. ഇനി പുളിൻ്റെ ഇല്ലെങ്കിൽ നാരങ്ങ നീര് ഒഴിച്ചു കൊടുത്താലും മതിയേ. നമുക്കിത് നന്നായിട്ട് മിക്സ് ചെയ്ത് വയ്ക്കാം. മസാലയെല്ലാം നന്നായി പുരട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ട് നമുക്ക് ഇത് പൊരിച്ചെടുക്കാവേ. അപ്പോൾ ഇനി നമുക്ക് മീൻകറി ഉണ്ടാക്കാം. മൺചട്ടിയിലാണ് നമ്മൾ മീൻകറി ഉണ്ടാക്കുന്നത്. അപ്പോൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. നമ്മൾ എണ്ണ ഒഴിച്ച് കടുകിട്ട് ഉലുവിട്ടിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് 2 ചുവന്ന പച്ചമുളക് ഇട്ട് കൊടുക്കാം. കറിവേപ്പില ഇട്ട് കൊടുക്കാം. ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന കുറച്ച് കുഞ്ഞുള്ളി ഇട്ട് കൊടുക്കാവേ. ഇനി നമുക്ക് ഈ ചട്ടിയിലേക്ക് മീൻ പൊരിക്കാവേ. ഒരു 2 കറിവേപ്പില വെച്ച് കൊടുക്കാം. പൊരിക്കുമ്പം കുറച്ച് പെരിഞ്ചീരകം ചേർത്ത് കഴിഞ്ഞാൽ മീനിന് നല്ല ടേസ്റ്റ് ഉണ്ടാവും. മീൻ പൊരിക്കുമ്പോഴും അതേപോലെ മീൻ കറി വെക്കുമ്പോഴൊക്കെ കുറച്ച് പെരിഞ്ചീരകം ചേർത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. വഴുതനയാണ്. വഴുതന തോരൻ വെക്കാനായിട്ടാണ് കേട്ടോ. കുറച്ച് ഉള്ളി അരിഞ്ഞിടുകയാണ്. വഴുതന ഞാൻ അരിഞ്ഞു കഴിഞ്ഞു. കളി ഇട്ട് കൊടുക്കാം. തക്കാളി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു 2 പച്ചമുളക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. ഞാൻ കല്ലുപ്പാണ് ഇട്ട് കൊടുക്കുന്നത്. നമ്മുടെ തക്കാളിയൊക്കെ ഏകദേശം വഴന്നു വന്നിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇനി
ഞാൻ ഇതിനകത്തേക്ക് ഫിഷ് മസാലയാണ് ചേർക്കുന്നത് കേട്ടോ. ഞാനിവിടെ ഉണ്ടാക്കിയതാണ്. ഇത് മുളകും വെളുത്തുള്ളി ഇഞ്ചി എല്ലാം കൂടെ പിന്നെ പെരിഞ്ജീരകം എല്ലാം കൂടെ കൂട്ടി അരച്ചെടുത്തതാണ് കേട്ടോ. പെരിഞ്ജീരകം മീൻകറിയിൽ ചേർത്തിട്ടുണ്ടെങ്കിൽ നല്ലൊരു ടേസ്റ്റ് കിട്ടും. അതിനാണ് നമ്മൾ പെരിഞ്ജീരകം ചേർക്കുന്നത്. മല്ലിയൊക്കെ ഇതിൽ ചേർത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മുടെ മീനൊന്ന് മറിച്ചിടാവേ. ഇനി നമുക്കിതിലേക്ക് കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം. ഞാനിനി ഇതിലേക്ക് കൊടംപുളിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇത് വഴുതന തോരൻ വെക്കാനാണ്. ഇപ്പം ഞാനെല്ലാം അരിഞ്ഞു വെച്ചിട്ടുണ്ട്. തേങ്ങയും പച്ചമുളകും അതേപോലെ കുറച്ച് ചുവന്ന ഉള്ളി എല്ലാം കൂടെ കൂട്ടിയിട്ട് എല്ലാം ഒതുക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് വേവിച്ചെടുക്കാം. ഇതിലേക്ക് 2 കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാതെ നമ്മുടെ മീൻകറി അങ്ങനെ എല്ലാം സെറ്റായിട്ടുണ്ട്. കണ്ടോ, എണ്ണയൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കാം. മീൻകറിക്ക് മല്ലിയില ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ നല്ലൊരു മണവും നല്ലൊരു ടേസ്റ്റും ഉണ്ടാവും കേട്ടോ. അങ്ങനെ നമ്മുടെ മീൻകറി റെഡി ആയിട്ടുണ്ട്. മീൻ പൊരിച്ചത് റെഡി ആയിട്ടുണ്ട് കേട്ടോ. നമുക്ക് 2 കൊണ്ടാട്ട മുളക് വറുത്തെടുക്കാം. നമ്മുടെ കൊണ്ടാട്ട മുളക് പപ്പടം വഴുതന ഉപ്പേരി വഴുതന തോരൻ നമ്മുടെ വാള പൊരിച്ചത് നമ്മുടെ കൊടംപുളിയിട്ട വാളക്കറി അങ്ങനെ നമ്മുടെ ഉച്ചയൂണ്